ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു, എൻ്റെ അമ്മായിയുടെ വീട്ടിലന്ന് വിരുന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ വേണ്ടി ഞാൻ ഉറങ്ങാതെ തലയണയുടെ വീതിയുള്ള ഭാഗത്ത്, ആ ഭാഗത്ത് ഞാനിങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി വുളുവെടുക്കാൻ പുറത്തിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. പാതിരാത്രി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖളാഉൽ ഹാജത്ത് കഴിഞ്ഞു വരുമ്പോൾ വാഷ്റൂമിൽ പോയി വരുന്ന ആ ഒരു രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന ചെറിയ മോൻ, ഒരുപക്ഷെ ഒരു 8 വയസ്സോ 9 വയസ്സോ പ്രായമേ കാണൂ, മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഹബീബിന് വുളുവെടുക്കാനുള്ള വെള്ളം അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. തങ്ങൾ ചോദിക്കുന്നതിൻ്റെയും മുമ്പ് ആ ഒരു വെള്ളം വെച്ചു കൊടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ തഹജ്ജുദ് നിസ്കാരത്തിൽ നബി തങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുമ്മ പടച്ചവനെ ഫഖിഹുഹു ഫിദ്ദീൻ, ഈ മോന് നീ ദീനിന്റെ അറിവ് നൽകണമേ, ആലിമാക്കണേ, വഅല്ലിമുഹു തഅവീൽ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധങ്ങളായ വിശുദ്ധ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുക്കണമേ, അറിയിച്ചു കൊടുക്കണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ഇന്ന് മഹാനവറുകൾ അറിയപ്പെടുന്നത് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, അവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ടാണ് അദബ് എന്നത് വിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അദബ് ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരായത്താണിത്. ആ ആയത്തിന്റെ സന്ദർഭം നോക്കിയാൽ ഒരു ഹിക്മത്തുണ്ട് അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لكم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. سورة المجادلة. يا أيها الذين آمنوا ഈമാൻ ഉള്ളവരെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുമായിരുന്നു, ഇദാ സമിഅ്തുമുല്ലാഹ യഖൂൽ യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ഒരായത്ത് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ ഫഅറൂ സംഅകും കുല്ലഹ്, ശ്രദ്ധ മുഴുവനും ആ ആയത്തിലേക്ക് കൊടുക്കണം. ഫഇന്നല്ലാഹ ഇമ്മാ യഅ്മുറുകും ബിഅംരിൻ ഔ ബിഖൈരിൻ ഔ യൻഹാകും അൻ ശർ. അല്ലാഹു സത്യവിശ്വാസികളെ മുസ്ലിമേ എന്ന് വിളിച്ച അല്ലാഹു ഒരു ഈമാനുള്ളവരോട് അഭിസംബോധന ചെയ്യുന്ന അല്ലാഹുവിൻ്റെ ആയത്തുകളാണത്. അതൊന്നുകിൽ നിങ്ങൾക്ക് ഖൈറല്ല പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഷർറിനെ കുറിച്ച് സൂക്ഷിക്കണേ എന്ന് പറയുന്ന ആയത്തായിരിക്കും അത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ തുടങ്ങുമ്പോഴേക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وإذا قيل انشزوا فانشزوا. സത്യവിശ്വാസികളെ, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ, ഒരു ഇൽമിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ, ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ
ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, ആളുകൾ കടന്നു വരുമ്പോൾ ആദ്യം അവിടെ പോയിരുന്ന ആളുകൾ പിന്നീട് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യണേ എന്നൊരു അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ജുമുഅക്കാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിനാണെങ്കിലും സമ്മേളനത്തിനാണെങ്കിലും ഇൽമിന്റെ മജ്ലിസിലാണെങ്കിലും ഒന്ന് സൗകര്യം ചെയ്യണേ, എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കണേ, ആളുകൾക്ക് കടന്നു വരാൻ സൗകര്യം ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ ഇൽമ് പറയപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. വഇദാ ഖീല അൻശുസു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. നോക്കണേ, ഒരു കല്യാണത്തിന്റെ സദസ്സായിരിക്കാം, ഒരു നിക്കാഹിന്റെ സദസ്സായിരിക്കാം, റമളാനിലെ ഒരു ദിക്റിന്റെ രാവായിരിക്കാം, ഒരു ഇൽമിന്റെ മജ്ലിസുൻ നൂറായിരിക്കാം, ഒരു ദിക്റിന്റെ സദസ്സായിരിക്കാം. നിങ്ങൾ സൗകര്യം ചെയ്യണേ. ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അകത്ത് കയറാൻ ഇരിക്കാൻ സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്യണമേ. ഫഫ്സഹൂ, അല്ലാഹു ഒരു ഖൈർ പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ സൗകര്യം ചെയ്തു. കാല് നീട്ടിയിരിക്കുകയായിരുന്നു, അപ്പോൾ കാല് മടക്കി വെക്കേണ്ടി വന്നു. ഒന്ന് ചാരിയിരിക്കുകയായിരുന്നു, ഒന്ന് റിലാക്സ് ആയിട്ട്, പക്ഷെ ഒന്ന് കൺസ്ട്രെയിൻഡായി അവിടെ ഒന്ന് സൗകര്യം ചുരുങ്ങിപ്പോയി. എന്ത് സംഭവിക്കുന്നറിയോ? യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ഈ സദസ്സിൽ നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് പകരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യവും വിശാലതയും ചെയ്തു തരും. നോക്കി, നിങ്ങൾ ഒരു ചെറിയ നന്മ ചെയ്യുമ്പോഴേക്കും അല്ലാഹു അതിന് പകരം തരുന്നത് ജീവിതത്തിലുടനീളമാണ്. യഫ്സഹില്ലാഹു ലക്കും. വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ, സമ്മേളനം പിരിച്ചുവിട്ടിരിക്കുന്നു, മജ്ലിസ് തീർന്നിരിക്കുന്നു, എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, നിങ്ങൾ പോയേക്കണം. ഫൻശുസു, മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പോകണം, പിന്നെ അവിടെ കൂടി നിൽക്കരുത്. അതൊരു സദസ്സിന്റെ മര്യാദ അങ്ങനെയാണ്. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും പോകണം. ഫൻശുസു. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ ഈമാനും ഇൽമുമുള്ള അറിവുമുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഉയർച്ച തരും. ഇത് പറഞ്ഞത് ഒരു സദസ്സിൽ അദബ് കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉടനെയാണ്. ഒരു ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ ഒന്ന് സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്യണം. പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയേക്കണം, സംഘാടകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്, നിങ്ങളിൽ ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അല്ലാഹു ഒരുപാട് ദറജകൾ ഉയർത്തും. ഇങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു ഉലമാഇന് കൊടുക്കുന്നത് പോലും അതിൻ്റെ പരാമർശം നടന്നത് ഒരു സദസ്സിനോട് നിങ്ങൾ കരുണയോടെ വിശാല മനസ്കതയോടെ സൗകര്യം ചെയ്യണം, എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന ഒരു മനസ്സ് വിശാലതയോടുകൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇൽമുള്ളവർക്ക് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് പണ്ഡിതരാണ് എന്ന് പറയുന്നിടത്ത് പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജന്തുജാലങ്ങളെക്കുറിച്ച്, കന്നുകാലികളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിക്കണം, സോഷ്യോളജി പഠിക്കണം, ആന്ത്രോപോളജി പഠിക്കണം, സോഷ്യൽ സയൻസ് പഠിക്കണം, സോളജി പഠിക്കണം, പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കണം, സസ്യലതാദികളെക്കുറിച്ച് പഠിക്കണം, ബോട്ടണി പഠിക്കണം, ആകാശ ലോകത്തെക്കുറിച്ച് പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, സ്പേസ് സയൻസുകൾ പഠിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, അള്ളാഹുവിനെ ആരാണോ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അവരാണ് ആലിമീങ്ങൾ. ഭൗതിക ജ്ഞാനങ്ങൾ പോലും നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അറിവുകളാണ്. അതുകൊണ്ടാണ് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മൾ ഭൗതിക വിജ്ഞാനം എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന ഈ സയൻസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പഠനം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എല്ലാം പഠിച്ചു അവര്.
وكان كثيرا ما يرفع رأسه إلى السماء. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കുറിച്ച് പറഞ്ഞൊരു ഹദീസുണ്ട്, സ്വഹാബി അമനത്തുല്ലി ഉമ്മത്തി. ആ ഹദീസിന്റെ ആരംഭം ഇങ്ങനെയാണ്: ഞങ്ങൾ മസ്ജിദിൽ ഇരിക്കുമ്പോൾ പുണ്യനബി തങ്ങൾ ഞങ്ങളോട് വന്ന് ചില സംസാരങ്ങൾ സംസാരിച്ചു. എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, അന്നുജൂമു അമനത്തുല്ലി സമാ ഫഇദാ ദഹബത് അതസ്സമാ മാ തുഅദ് എന്ന് തുടങ്ങുന്ന ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്. ആ ഹദീസിന്റെ ഇടയിൽ കാണാം, വകാന കസീറൻ മാ യൻദുറു ഇലസ്സമാ. പുണ്യനബി തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശലോകത്തേക്ക് തലയുയർത്തി നോക്കുമായിരുന്നു. നിബിതങ്ങളുടെ ഒരു എപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണത്. ആകാശലോകത്തേക്ക് അത്ഭുതത്തോടെ തങ്ങൾ നോക്കാറുണ്ട്. അതൊരു ഒബ്സർവേഷനാണ്, അതൊരു തിങ്കിങ് ആണ്, ചിന്തയാണ്, കാര്യങ്ങളെ പഠിക്കലാണത്. അള്ളാഹുവിന്റെ അജായിബുൽ ഖൽഖിനെ കുറിച്ച് അറിയലാണ്. എല്ലാ അറിവുകളും അള്ളാഹുലേക്ക് എത്തിക്കുന്നു. ഈ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിന്റെ ഉണ്മയിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക്. അതാണല്ലോ ഇൽമ് എന്ന് പറയുന്നത്. എന്നല്ലാതെ ഡോക്ടറേറ്റും PhD ഒക്കെ ഉണ്ട്, അള്ളാഹുവിനെ കുറിച്ചൊന്നും അറിയില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്, എന്താണ്, അതിനൊരു ലോജിക്കൽ, ഒരു റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോലും മനുഷ്യന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തറിവാണത്? ആ അറിവുകളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകിയത്. അത് പഠിക്കുന്ന പണ്ഡിതന്മാരാണ്, അലിമീങ്ങൾ. അവരാണ് നമ്മുടെ മഹല്ലുകൾക്ക്, നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത്. അവർ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ചെലവഴിക്കപ്പെടാൻ മാത്രം ഏറ്റവും യോഗ്യതയുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, അറിവിന് വേണ്ടി. അത് നഹ്വ്, ഫഅല ഫഅല ഫഅലു മുതൽ, സർഫ് മുതൽ, ചെറിയ കിതാബുകൾ തുടങ്ങി വലിയ വലിയ ഗ്രന്ഥങ്ങൾ, തുഹ്ഫ വരെയുള്ള ഫിഖഹിന്റെ കിതാബുകൾ, സ്വഹീഹുൽ ബുഖാരി വരെയുള്ള ഹദീസിന്റെ കിതാബുകൾ, തഫ്സീറുൽ ജലാലൈനിയോ ബൈദാവിയോ നസഫിയോ തഫ്സീറുകൾ ഏതോ ആകട്ടെ, തബ്രിയോ ഖുർത്തുബിയോ ഏതെല്ലാം തഫ്സീറുകളോ എല്ലാം പഠിച്ചുയർന്ന് അതെല്ലാം അറിഞ്ഞ് അതിലൂടെ തൻ്റെ ഈമാൻ സുരക്ഷിതമാക്കി താൻ വിശ്വസിക്കുന്ന ആശയം സത്യങ്ങളിൽ ഏറ്റവും വലിയ സത്യമാണെന്ന ബോധ്യത്തോടുകൂടെ ആ ഒരു അസ്മുള്ളപ്പോഴാണ് അവർക്ക് ദഅവത്ത് ചെയ്യാൻ കഴിയുന്നത്. താൻ പറയുന്നതും വിശ്വസിക്കുന്നതും സത്യമാണെന്ന് 100% ബോധിക്കുമ്പോഴേ അത് ദഅവത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ദാറുൽ ഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങളുടെയും പ്രത്യേകത ദീനിന്റെ ദാഇമാരെ വാർത്തെടുക്കുകയാണ്. പറയുന്നത് വിശ്വസിക്കുന്ന ഒരു ലോകമല്ല ഇന്നത്തെ ലോകം. ജെന്യുവിനായിരിക്കണം, ഒഥന്റിക് ആയിരിക്കണം, റാഷണലായിരിക്കണം, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം, ബുദ്ധിപരമായ ചോദ്യങ്ങൾ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇന്ന് പണ്ഡിതന്മാർ വളരെ കാർക്കശ്യത്തോടുകൂടെ ആ ഇൽമുകൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. മുമ്പത്തെ പോലെയല്ല ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചില ആളുകൾക്കത് ബോധിക്കണമെങ്കിൽ അതിൻ്റെ ചില ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതിനുപോലും യോഗ്യതയുള്ള ഭാഷാപരിജ്ഞാനമുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സംവിധാനമാണ് 986 കാലഘട്ടങ്ങളിൽ മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ. ആ മഹാനാണ് കേരളത്തിലുടനീളം മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി കാൽനടയായി ബസ് കയറിയിട്ടും ട്രെയിൻ കയറിയിട്ടും മഹല്ലുകളിലൂടെ കയറിയിറങ്ങി മദ്രസ തുടങ്ങണേ എന്ന് പറഞ്ഞ് മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ തുടങ്ങിയ പ്രസ്ഥാനമാണെന്ന് 10,000-ലേറെ മദ്രസകളിലായി നിൽക്കുന്ന സമസ്തയിലെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ നടക്കുന്ന മദ്രസ സംവിധാനങ്ങൾ. ഈ മദ്രസ സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ ഈ സിലബസ് ഉറുദുവിലും ആസാമിയിലും ബംഗാളി ഭാഷയിലും കർണാട്ടിക് ഭാഷയിലും കന്നഡയിലുമൊക്കെ പരിഭാഷപ്പെടുത്തി ഇന്ത്യയുടെ 14 സ്റ്റേറ്റുകളിൽ ദാറുൽ ഹുദയുടെ ഹുദവി ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ 2000-ലേറെ മദ്രസകൾ, മക്തബുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ശതമാനം 700ഓളം മദ്രസകൾക്ക് സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ അംഗീകാരം കിട്ടി എന്നതും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ സന്ദേശം ലോകങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ലോക്കലൈസ്ഡ് അല്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഭാഷയുണ്ടെങ്കിൽ നമുക്ക് ദഅവത്ത് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മുടെ ദഅവത്തിൻ്റെ ആശയം അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആയിരിക്കണം. ഇതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ തന്നെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തന്നെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്
അവിടെ ദാറുൽ ഹുദയിൽ അവസാന കാലഘട്ടം അവിടെ മാത്രമായിരുന്നു ഉസ്താദിൻ്റെ ദർസ് ഉണ്ടായിരുന്നത്. മഹാനായ ശംസുൽ ഉലമ മഹാനവറുകളുടെ പേരക്കുട്ടിയുണ്ട് ഇ കെ അബൂബക്കർ ഹുദവി. ആ തൻ്റെ മകൻ്റെ മോനെ ദാറുൽ ഹുദയിൽ കൊണ്ടുവന്ന് ചേർത്തത്, അവിടെ വന്ന് വണ്ടി നിർത്തിയതും ഒരു അംബാസഡർ കാറിൽ മഹാനവറുകൾ മോനെ ഇൻ്റർവ്യൂക്ക് കൊണ്ടുവന്നത് കണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായ ശൈഖുന വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവരും ഓട്ടമാണ്. മഹാനായ ശംസുൽ ഉലമ അവറുകൾ ദാറുൽ ഹുദയുടെ മുറ്റത്ത് വന്ന് വണ്ടി ഇറങ്ങുന്നു. ബാപ്പുട്ടി ഹാജിക്ക് വലിയ സന്തോഷവും എന്താണ് ചെയ്തു കൊടുക്കുക എന്നറിയില്ല. ആ ബാപ്പുട്ടി ഹാജിയുടെ മോനാണ് മഹാനായ ഷാഫി ഹാജി. ഇവിടെ നിന്ന് അവസാനം ദാറുൽ ഹുദയുടെ ജനുവരിയിലെ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു പോയത് മഹാനവറുടെ മോനാ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ മകനാണത്, യു ഷാഫി ഹാജി. ബാപ്പുട്ടി ഹാജി അവറുകൾ ഷെയ്ഖനയോട് ഉള്ളിൽ കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ദാറുൽ ഹുദയുടെ ഫ്രണ്ട് ഓഫീസ് ചെറിയൊരു ഓഫീസാണ്. അവിടെ മഹാനവറുകൾ ഇരുന്നു കുടിക്കാൻ വെള്ളവും ചായ കൊണ്ടേ കൊടുത്തു. ഇൻ്റർവ്യൂ പാസ്സാവണം. ബാപ്പുട്ടി ഹാജിക്ക് പറയാൻ പറ്റില്ല, ഷെയ്ഖുനയുടെ മോനെ ഞങ്ങൾ നിരുപാധികം എടുക്കാം, ഒരു റെക്കമെൻഡും വേണ്ടല്ലോ, ഷെയ്ഖുനയല്ലേ വന്നിരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അതുപോലെയുള്ള മഹത്തുക്കൾ തൻ്റെ പേരക്കുട്ടിയെ അവിടെ വന്ന് പഠിപ്പിക്കണമെന്ന് മഹാനവറുകൾ അത് തെരഞ്ഞെടുക്കാനും ആ മോൻ്റെ പഠനം ഇൻ്റർവ്യൂ പാസ്സാവോ ഇല്ലയോ വലിയ പേടിയുണ്ടായിരുന്നു. പാസ്സായെങ്കിൽ മാത്രമേ ദാറുൽ ഹുദയിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആ മോൻ പാസ്സായി, അവിടെ പഠിച്ചു. അതിനിടയ്ക്ക് പലതവണ മഹാനായ ശംസുൽ ഉലമ പോകുന്ന വഴിക്ക് ദാറുൽ ഹുദയുടെ മുറ്റത്ത് വന്ന് പഠനങ്ങൾ കണ്ട് ഉസ്താദുമാരെയൊക്കെ കണ്ടിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദീർഘദൃഷ്ടി മഹാൻ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് മഹാനായ ശംസുൽ ഉലമ നേരിട്ട് ബോധ്യപ്പെടുകയും കാലത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ആ ഒരു ദീർഘദൃഷ്ടിയാണ് നമ്മൾ കാണേണ്ടത്.